ഈ നോട്ടീസ് കിട്ടി 60 ദിവസത്തിനുള്ളിൽ ഈ സ്ഥലം കോമ്പറ്റന്റ് അതോറിറ്റിക്ക് വിട്ടൊഴിഞ്ഞ് കൊടുക്കേണ്ടതാണ്. നഷ്ടപരിഹാര തുക തൃപ്തികരമല്ലെങ്കിൽ ഈ ഭൂമിയുടെ ഉടമകൾക്ക് 3D വിജ്ഞാപനം വന്നില്ലെങ്കിൽ ആദ്യം പ്രസിദ്ധീകരിക്കപ്പെട്ട പ്രിയ വിജ്ഞാപനം കൂടി ലാപ്സായി പോകുന്നതാണ്. ഒരു ഉത്തരവ് കോമ്പറ്റന്റ് അതോറിറ്റി നൽകി കഴിഞ്ഞാൽ ആ ഉത്തരവ് കോടതികളിൽ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ളതുണ്ട്. ജില്ലാ കളക്ടറുടെയോ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയോ സഹായം തേടിക്കൊണ്ട് ആ സ്ഥലം കൈവശപ്പെടുത്താൻ ആ പ്രദേശത്ത് വായിക്കപ്പെടുന്ന പ്രാദേശിക പത്രമായിരിക്കണം. ഹായ് ഓൾ, വെൽക്കം ടു ടെക്കി മീഡിയ. നമ്മളിൽ പലരും നാഷണൽ ഹൈവേ ഡെവലപ്മെന്റിന്റെ ഭാഗമായി വീടുകൾ, സ്ഥലങ്ങൾ, കെട്ടിടങ്ങൾ എന്നിവ നഷ്ടപ്പെട്ടവരാകാം. അതുമല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും NH പ്രൊജക്ടിനായി നഷ്ടപ്പെടേണ്ടവരാകാം. നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഏതെങ്കിലും സ്ഥലമോ കെട്ടിടമോ ഏറ്റെടുക്കുമ്പോൾ പാലിക്കുന്ന മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ അതിന്റെ പ്രൊസീജിയർ എന്താണെന്ന് നോക്കാം. നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് ലാൻഡ് അക്വയർ ചെയ്യാനുള്ള അധികാരം നൽകുന്ന ആക്ട് നാഷണൽ ഹൈവേ ആക്ട് 1956 ആണ്. ഈ ആക്ട് പ്രകാരമാണ് NHAI ലാൻഡ് അക്വയർ ചെയ്യുന്നത്. 1956 സെപ്റ്റംബർ മാസത്തിലാണ് ഈ നിയമം നിർമ്മിക്കപ്പെട്ടത്. എന്നാൽ 1957 ഏപ്രിൽ മാസത്തിലാണ് ഈ നിയമം പ്രാബല്യത്തിൽ വന്നത്. ഈ ആക്ടിലെ ലാൻഡ് അക്വിസിഷനുമായി ബന്ധപ്പെട്ട ചില സെക്ഷനുകൾ നോക്കാം. ദേശീയപാത നിയമത്തിലെ സെക്ഷൻ 3(a) എന്ന വകുപ്പ് ദേശീയപാതക്കായി ഭൂമി ഏറ്റെടുക്കേണ്ട ഒരു നിർവഹണ ഉദ്യോഗസ്ഥനെ തീരുമാനിച്ച് കേന്ദ്ര സർക്കാർ കേന്ദ്ര ഗസറ്റിൽ വിജ്ഞാപനം ചെയ്യിക്കുന്ന നടപടിക്കാണ് ഈ 3(a) സെക്ഷൻ എന്ന് പറയുന്നത്. ഇത് കേരളത്തിലാണെങ്കിൽ ഭൂമി കൈകാര്യം ചെയ്യുന്ന ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ലാൻഡ് റവന്യൂ വകുപ്പായതുകൊണ്ട് സാധാരണയായി ആ വകുപ്പിലെ ഡെപ്യൂട്ടി കളക്ടറെയോ അല്ലെങ്കിൽ തഹസിൽദാരെയോ ആണ് ഈ നിർവഹണ ഉദ്യോഗസ്ഥനായി തീരുമാനിക്കുന്നത്. ഇദ്ദേഹത്തെ കോമ്പിറ്റന്റ് അതോറിറ്റി എന്നാണ് പറയുക. കോമ്പിറ്റന്റ് അതോറിറ്റി ഫോർ ലാൻഡ് എക്വിസിഷൻ. സെക്ഷൻ 3(A) എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്ഥലം ദേശീയപാത നിർമ്മാണത്തിനായി ഏറ്റെടുക്കുന്നതിനായി സർക്കാർ തീരുമാനിച്ചാൽ ആ പൊതു ഉദ്ദേശം ജനങ്ങളുടെ അറിവിലേക്കായി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതിനുള്ള സർക്കാരിനെ നിയുക്തമാക്കുന്ന അധികാരം നൽകുന്ന ഒരു വകുപ്പാണ് ദേശീയപാത നിയമത്തിലെ സെക്ഷൻ 3(A) വകുപ്പ്. ഏറ്റെടുക്കുന്ന ഭൂമിയെക്കുറിച്ചുള്ള ചെറിയൊരു വിശദീകരണം ആ വിജ്ഞാപനത്തിലുണ്ടായിരിക്കും. വില്ലേജിൻ്റെ പേര്, സർവേ നമ്പർ, ഏകദേശം വിസ്തീർണം, ഇത്രയും കാര്യങ്ങൾ ഈ ഒരു കുറിപ്പായിട്ട് ആ നോട്ടിഫിക്കേഷനിൽ വിജ്ഞാപനത്തിൽ ഉണ്ടായിരിക്കും. കൂടാതെ ഈ വിജ്ഞാപനം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ 2 പത്രങ്ങളിൽ, ന്യൂസ് പേപ്പറുകളിൽ ഒന്ന് തീർച്ചയായും ആ പ്രദേശത്ത് വായിക്കപ്പെടുന്ന പ്രാദേശിക പത്രമായിരിക്കണം. അങ്ങനെ 2 പത്രങ്ങളിൽ ഈ വിജ്ഞാപനം വീണ്ടും പ്രസിദ്ധീകരിക്കുകയും വേണം. ഇങ്ങനെ പ്രസിദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ 21 ദിവസത്തിനുള്ളിൽ, പത്രപരസ്യം വന്ന 21 ദിവസത്തിനുള്ളിൽ ഇത് ബാധിക്കപ്പെടുന്ന ജനങ്ങൾക്ക് വല്ല പരാതിയും ഉണ്ടെങ്കിൽ, ഈ സ്ഥലം ഏറ്റെടുക്കുന്നതിനെതിരെ വല്ല പരാതിയും പറയാനുണ്ടെങ്കിൽ കോമ്പിറ്റന്റ് അതോറിറ്റി മുമ്പാകെ അവരുടെ എതിർപ്പുകൾ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ, അവർക്കുള്ള പരാതികൾ രേഖാമൂലം അറിയിക്കേണ്ടതുമാണ്. ഇത്രയും വിവരങ്ങളാണ് ഈ 3(a) നോട്ടിഫിക്കേഷൻ പ്രകാരം ഉള്ളത്. ദേശീയപാത നിയമത്തിലെ സെക്ഷൻ 3(b) എന്ന് പറയുന്നത് 3(a) പ്രകാരം പ്രസിദ്ധീകരിക്കപ്പെട്ട സ്ഥലങ്ങളിൽ പരിശോധന നടത്തുന്നതിനോ അളവെടുക്കുന്നതിനോ സർവേ ചെയ്യുന്നതിനോ മറ്റു വല്ല കാര്യങ്ങൾ നടത്തുന്നതിനോ ആ ഭൂമിയെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടുന്ന അന്വേഷണങ്ങൾ നടത്തുന്നതിന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് അത്തരം ഭൂമിയിൽ കയറാനും പ്രവർത്തനം നടത്താനും അധികാരം നൽകുന്ന വകുപ്പാണത്. ദേശീയപാത നിയമത്തിലെ സെക്ഷൻ 3 പ്രകാരമുള്ള വകുപ്പ് സെക്ഷൻ 3(a) പ്രസിദ്ധീകരിക്കപ്പെട്ട് പരാതിക്കാരുടെ പരാതി കോമ്പിറ്റന്റ് അതോറിറ്റിയെ അറിയിച്ചു കഴിഞ്ഞാൽ അത് ഹിയർ ചെയ്യാനുള്ള
അല്ലെങ്കിൽ നേരിട്ട് അത്തരം പരാതികൾ പരിശോധിക്കുകയും അവരെ കേൾക്കുകയും ചെയ്യണം എന്നുള്ള വകുപ്പാണ് സെക്ഷൻ 3C. പരാതിക്കാരെ നേരിട്ട് വിളിപ്പിക്കുകയും അവരുടെ പരാതി അന്വേഷിക്കുകയും പരാതിക്കാർക്ക് സ്വയം കോമ്പിറ്റൻ്റ് അതോറിറ്റിയുടെ അടുത്ത് പോയി തൻ്റെ പരാതികൾ വിശദീകരിക്കുകയും അതല്ലെങ്കിൽ ഒരു വക്കീൽ മുഖേന ആ പരാതിക്കാരന് തൻ്റെ ആവശ്യങ്ങൾ കോമ്പിറ്റൻ്റ് അതോറിറ്റിയെ അറിയിക്കാനുമുള്ള അധികാരം ഈ സെക്ഷൻ 3C നൽകുന്നു. അത്തരം പരാതികളുടെ പരിശോധന കഴിഞ്ഞാൽ അതിന് വ്യക്തമായ ഒരു ഉത്തരവ്, ആ പരാതി സ്വീകരിക്കുകയോ നല്ല ശരിയാണ് എന്ന് പറയുകയോ അല്ലെങ്കിൽ പരാതി തള്ളിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് ഈ കോമ്പിറ്റൻ്റ് അതോറിറ്റി രേഖാമൂലം നൽകുകയും ചെയ്യേണ്ടതാണ്. ഇത്തരം 3C പരാതികൾ തീരുമാനിച്ച് ഒരു ഉത്തരവ് കോമ്പിറ്റൻ്റ് അതോറിറ്റി നൽകിക്കഴിഞ്ഞാൽ ആ ഉത്തരവ് കോടതികളിൽ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ളതുമുണ്ട്. അതായത് ആ ഉത്തരവ് ഫൈനലാണ്. സെക്ഷൻ 3D എന്ന് പറയുന്നത് സെക്ഷൻ 3C പ്രകാരമുള്ള പരാതികൾ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവയൊക്കെ നിരർത്ഥകങ്ങളാണ് എന്ന് വിധി പ്രഖ്യാപിച്ചാൽ, മറ്റ് പരാതികളൊന്നും ഇല്ല എങ്കിൽ ആ ഭൂമി ഏറ്റെടുത്തു എന്ന് പ്രഖ്യാപിക്കുന്ന ഗസറ്റ് വിജ്ഞാപനമാണ് 3D വിജ്ഞാപനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ 3D വിജ്ഞാപനവും കേന്ദ്ര സർക്കാരിൻ്റെ ഗസറ്റിലാണ് വിജ്ഞാപനം ചെയ്യേണ്ടത്. ഈ 3D വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ ഈ നിർദ്ദേശിക്കപ്പെട്ട ഭൂമി കേന്ദ്ര ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്നുകൂടി തീരുമാനമാകുന്നു. ഈ 3D വിജ്ഞാപനം 3A വിജ്ഞാപനം വന്ന് കൃത്യം 1 കൊല്ലത്തിനുള്ളിൽ ഉണ്ടാകേണ്ടതാണ്. 3A വിജ്ഞാപനത്തിന് ശേഷം 1 കൊല്ലത്തിനുള്ളിൽ 3D വിജ്ഞാപനം വന്നില്ലെങ്കിൽ ആദ്യം പ്രസിദ്ധീകരിക്കപ്പെട്ട 3A വിജ്ഞാപനം കൂടി ലാപ്സായി പോകുന്നതാണ്. സെക്ഷൻ 3G എന്നുള്ളത് നഷ്ടപരിഹാര തുക കണക്കാക്കുന്നതിനുള്ള വകുപ്പാണ്. കണക്കാക്കേണ്ടതായ ഭൂമിയുടെ അവകാശികളെ അവരുടെ റെക്കോർഡുകൾ സമർപ്പിക്കുന്നതിനും മറ്റ് വില നിർണ്ണയം നടത്തുന്നതിന് വേണ്ടി മറ്റവരുടെ അവകാശങ്ങൾ അറിയിക്കുന്നതിനുമായി കോമ്പിറ്റൻ്റ് അതോറിറ്റി മുമ്പാകെ ഇന്ന ദിവസം ഇത്ര മണിക്ക് രേഖകൾ കൊണ്ട് സമർപ്പിക്കേണ്ടതാണ് എന്ന് അറിയിക്കുന്ന ഒരു പത്രപരസ്യം 2 പത്രങ്ങളിലായി പ്രസിദ്ധീകരിക്കേണ്ടതാണ്. അതിലൊന്ന് അവിടുത്തെ പ്രാദേശിക പത്രമായിരിക്കണം എന്ന നിർബന്ധവുമുണ്ട്. രേഖകൾ സമർപ്പിക്കേണ്ടുന്ന തീയതികളും മറ്റും പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ആ തീയതിക്ക് ഉദ്യോഗസ്ഥന്മാർ ആ രേഖകൾ പരിശോധിക്കുകയും വില നിർണ്ണയത്തിന് വേണ്ടുന്ന തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യും. 3G1 പ്രകാരം ഇങ്ങനെ എടുക്കുന്ന തീരുമാനം ഒരു ഓർഡറായി, ഒരു ഉത്തരവായി പുറപ്പെടുവിക്കേണ്ടതാണ്. ഇതിനെയാണ് ഈ നഷ്ടപരിഹാര തുക കണക്കാക്കിയ തീരുമാനമായി അംഗീകരിക്കുന്നത്. ഇതിനെയാണ് അവാർഡ് എന്ന് പറയുന്നത്. നഷ്ടപരിഹാര തുക അവാർഡായി പ്രഖ്യാപിക്കുന്ന വകുപ്പ് കൂടിയാണ് 3G വകുപ്പ്. സെക്ഷൻ 3G5 പ്രകാരം നേരത്തെ തീരുമാനിക്കപ്പെട്ട നഷ്ടപരിഹാര തുക തൃപ്തികരമല്ലെങ്കിൽ ഈ ഭൂമിയുടെ ഉടമകൾക്ക് കേന്ദ്ര ഗവൺമെൻറ് നിയമിക്കുന്ന ആർബിട്രേറ്റർ മുമ്പാകെ അവരുടെ പരാതി അപ്പീൽ സമർപ്പിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതാണ്. വിജ്ഞാപന പ്രകാരം കേന്ദ്ര ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമായ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള അധികാരം നൽകുന്ന വകുപ്പാണ് 3E പ്രകാരം ഭൂ ഉടമയ്ക്ക് കോമ്പിറ്റൻ്റ് അതോറിറ്റി സെക്ഷൻ 3 പ്രകാരം ഈ ഭൂമി ഏറ്റെടുക്കപ്പെട്ട ഭൂമി, നിക്ഷിപ്തമായ ഭൂമി വിട്ടൊഴിഞ്ഞു തരണം എന്ന് കാണിച്ചുകൊണ്ട് ഒരു നോട്ടീസ് സർവ് ചെയ്യണം. ഈ നോട്ടീസിൽ ഭൂമിയുടെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കേണ്ടതാണ്. സർവേ നമ്പർ, വില്ലേജ്, വിസ്തീർണം, കണക്കാക്കപ്പെട്ട തുക. 3G പ്രകാരം കണക്കാക്കപ്പെട്ട തുക അതിൽ കാണിച്ചിരിക്കണം. കൂടാതെ ഈ നോട്ടീസ് കിട്ടി 60 ദിവസത്തിനുള്ളിൽ ഈ സ്ഥലം കോമ്പിറ്റൻ്റ് അതോറിറ്റിക്ക് വിട്ടൊഴിഞ്ഞ് കൊടുക്കേണ്ടതാണ് എന്നുള്ള വിവരവും അതിലുണ്ടായിരിക്കും.
ഇങ്ങനെ 3E നോട്ടീസ് പ്രകാരം ഭൂമി 60 ദിവസത്തിനുള്ളിൽ വിട്ടുകൊടുക്കുന്നില്ല എങ്കിൽ അതിന് മറ്റു നടപടികൾ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് ജില്ലാ കളക്ടറുടെയോ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയോ സഹായം തേടിക്കൊണ്ട് ആ സ്ഥലം കൈവശപ്പെടുത്താൻ കോമ്പറ്റന്റ് അതോറിറ്റിക്ക് അധികാരവും നൽകുന്നു. 3D പ്രകാരം നിക്ഷിപ്തമായതും 3G പ്രകാരം വില കണക്കാക്കപ്പെട്ടതും 3E പ്രകാരം പൊസഷൻ ഏറ്റെടുത്തതുമായ ഭൂമിയിൽ നിർദ്ദേശിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് ആ ഭൂമിയിൽ പ്രവേശിക്കുന്നതിനും അതുപോലെ അവിടെ വേണ്ടതായ ജോലി ചെയ്യുന്നതിനും നിർമ്മാണ പ്രവർത്തികൾ ചെയ്യുന്നതിനും അധികാരം നൽകുന്ന ദേശീയപാത വകുപ്പാണ് സെക്ഷൻ 3F. 3D പ്രകാരം നിക്ഷിപ്തമായ ഭൂമിയുടെ വില കണക്കാക്കുകയും ആ വില സെക്ഷൻ 3H പ്രകാരം കേന്ദ്ര സർക്കാർ കോമ്പറ്റന്റ് അതോറിറ്റിയുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയും ചെയ്യേണ്ടതും അങ്ങനെ നിക്ഷേപിക്കപ്പെട്ട തുക അതാത് ഭൂ ഉടമകൾക്ക് കോമ്പറ്റന്റ് അതോറിറ്റി വിതരണം ചെയ്യുകയും ചെയ്യണം എന്നുള്ള വകുപ്പാണ് 3H വകുപ്പ്. ഈ നിർദ്ദിഷ്ട ഭൂമിയുടെ തുക വിതരണം ചെയ്യുന്നതിൽ അവകാശികൾ തമ്മിൽ വല്ല തർക്കമുണ്ടാവുകയോ അല്ലെങ്കിൽ വ്യക്തമായ രേഖകൾ സമർപ്പിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അത്തരം തർക്കമുള്ള കേസുകളിൽ ആ കേസുകൾ സിവിൽ കോർട്ടിലേക്ക് റെഫർ ചെയ്യേണ്ടതും ആ തുക കോടതിയിൽ കെട്ടിവെക്കേണ്ടതുമാണ്. കോമ്പറ്റന്റ് അതോറിറ്റിക്ക് ഒരു സിവിൽ കോർട്ടിൻ്റെ അധികാരങ്ങൾ നൽകുന്ന വകുപ്പാണ് സെക്ഷൻ 3I. അതായത് ഭൂ ഉടമയെ വിളിച്ചു വരുത്തുകയോ റെക്കോർഡുകൾ സമർപ്പിക്കുന്നതിന് ആവശ്യപ്പെടുകയോ അന്വേഷണം നടത്തുന്നതിന് ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുകയോ ഒക്കെ ചെയ്യാനുള്ള അധികാരമാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊരു സിവിൽ കോർട്ടിനുള്ള ഇത്തരം അധികാരങ്ങൾ ഒരു കോമ്പറ്റന്റ് അതോറിറ്റിയും കൂടി ഉണ്ട് എന്ന് ഈ സെക്ഷൻ 3I നിർവചിക്കുന്നു. ഇങ്ങനെയാണ് NHAI ലാൻഡ് അക്വിസിഷൻ നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുള്ളവർക്ക് കമന്റിലൂടെ ചോദിക്കാവുന്നതാണ്. ഡിറ്റർമിനേഷൻ ഓഫ് ദി എമൗണ്ട് ഓഫ് കോമ്പൻസേഷൻ അഥവാ നഷ്ടപരിഹാര തുകയുടെ മൂല്യനിർണ്ണയം. ഇത് RFCT LARR ആക്ട് 2013 പ്രകാരമാണ് നിർണ്ണയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ അടുത്തതായി അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ടെക്കി മീഡിയ.